ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മധുര കൂട്ടുകറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കായാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല പച്ചക്കായാണ്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മധുര കൂട്ടുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഈ കായ നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കായയുടെ തൊലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇതേപോലെ കായയുടെ തൊലി കളയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും തൊലി കളഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് ഈ 2 കായയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കായ നമുക്കിതിലേക്ക് അരിഞ്ഞിടാനായിട്ട് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ കറിയിലേക്ക് 4 ആക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ സെൻറ്റർ ആദ്യം ഒന്ന് മുറിച്ച് കൊടുക്കും, പിന്നെ ഒന്നും കൂടി മുറിച്ച് കൊടുക്കും. അങ്ങനെ 4 ആക്കിയിട്ട് ഇത്തിരി കനത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതേ കണ്ടോ, ഇതേപോലെ ഇത്തിരി കനത്തിൽ വേണം കായ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കായ ഇതേപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. കായ കഷ്ണങ്ങൾ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് നോക്കാം. പിന്നെ അതിന് മുന്നേ മഞ്ഞവെള്ളത്തിൽ കായ ഇട്ട് കൊടുത്തിട്ടുള്ളത് കായയുടെ കറയുടെ അംശം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ കുക്കറാണ് ഈ മധുര കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് കറി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ കായയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ കായ വെന്ത് കിട്ടണ്ടേ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കായയുടെ ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ കായ വേവിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. ഒരു 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ കായ വെന്ത് വന്നിട്ടുണ്ട്, പ്രഷർ പോയിട്ടില്ല. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള നാളേരൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ നാളികേരം നല്ല പോലെ വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നമുക്കിത് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ അതേ കായെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ വേണം ശർക്കര ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഈ ശർക്കര ഉരുകി വരണം.
അതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഉരുകണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം തീരെ വറ്റിപ്പോരുത് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ശർക്കരയുടെ അളവൊക്കെ ഇല്ലേ, അതിൻ്റെ മധുരവും ഉപ്പും ഒക്കെ കറക്റ്റ് അല്ലേ നോക്കി നോക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. എപ്പോഴും ശർക്കര ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാൻ നിൽക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയെ പിടിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഇളക്കി കൊടുക്കാനും പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കും ചെയ്യരുത് കേട്ടോ. ഈ കറി ഡ്രൈ ആവണേക്കാളും കൂടുതൽ ടേസ്റ്റ് കുറച്ച് വെള്ളത്തിൻ്റെ അംശം വേണം. പക്ഷെ നാളേരം വറുത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി വരികയും ചെയ്യും. തീരെ വെള്ളം ഉള്ള പോലെ തോന്നില്ല, എന്നാൽ ഇച്ചിരി കുഴമ്പ് പരുവത്തിലിരിക്കുകയും ചെയ്യും. അപ്പം നാളികേരം കണ്ടില്ലേ, ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളികേരം നമ്മുടെ കായയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കായയുടെ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മധുരക്കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടുകറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കായരൊപ്പം ചേനയോ അതുപോലെ തന്നെ പരിപ്പോ ഒക്കെ ഇട്ട് വെക്കാം. പക്ഷെ ഇങ്ങനെ വെക്കാനും പ്രത്യേക ഒരു ടേസ്റ്റാണ്. പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.